നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാരവാനിൽ ഒളിക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നുവെന്ന നടി രാധിക ശരത്കുമാറിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിച്ചെന്ന് കെ രമ MLA. കാരവാൻ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ സുരക്ഷിതരാണ് എന്നല്ലേ നടിമാർ കരുതിയിരുന്നത്? എന്തൊരു ക്രൂരമാണ് ഈ സിനിമാ ലോകമെന്നും കെ രമ ചോദിക്കുന്നു. വീണ്ടും അവർ ആ കാര്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. സിനിമാ സെറ്റുകളിൽ കാരവാനിൽ ഒളിക്യാമറ വെച്ച് നഗ്ന വീഡിയോ എടുക്കുന്ന എന്നാണല്ലോ രാധിക ശരത്കുമാറിന്റെ വെളിപ്പെടുത്തലിലൂടെ മനസ്സിലാകുന്നത്. എന്തൊരു ക്രൂരമാണ് ഈ സിനിമാ ലോകം, എന്തൊരു അധോലോകമാണിത്. കാരവാൻ സൗകര്യങ്ങളുണ്ടെങ്കിൽ സുരക്ഷിതരാണ് എന്നല്ലേ നടിമാർ കരുതിയിരുന്നത്? വസ്ത്രം മാറാനും ടോയ്ലറ്റിൽ പോവാനും സുരക്ഷിതം എന്നല്ലേ കരുതിയത്? അങ്ങനെ കരുതിയിരുന്നവർക്ക് ഇടയിലേക്കല്ലേ ഈ ഞെട്ടിക്കുന്ന വാർത്ത വന്നത്? ഇതുപോലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ സർക്കാരിന്റെ പക്കൽ ഉണ്ടായിട്ട് ഒരു നടപടിയും എടുക്കാതെ വെച്ചു എന്നത് വലിയ കുറ്റമാണെന്നും കെ രമ പ്രതികരിച്ചു. കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നാണ് രാധിക വെളിപ്പെടുത്തിയത്. സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടുവെന്നാണ് രാധിക പറയുന്നത്. ഭയന്നു പോയ താൻ കാരവാനിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നും രാധിക വെളിപ്പെടുത്തി. കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മൊബൈലിൽ ഫോൾഡറുകളിലായി പുരുഷന്മാർ സൂക്ഷിക്കുന്നു. ഓരോ നടിമാരുടെയും പേരിൽ പ്രത്യേക ഫോൾഡറുകളുണ്ട്. സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടുവെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ. ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലെ കാരവാൻ ഉപയോഗിച്ചിട്ടില്ലെന്നും രാധിക തുറന്നു പറഞ്ഞു. രാധിക എന്തുകൊണ്ട് ഇക്കാര്യം അന്ന് തന്നെ തുറന്നു പറഞ്ഞില്ലെന്നും അവരുടെ നിശബ്ദത ക്രൈമിന് വഴിവെച്ചു കൊടുക്കുകയല്ലേ ചെയ്തതെന്നും ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി ചോദിച്ചു. പോലീസിൽ അവർ പരാതി നൽകണം. ഇന്നും അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നെങ്ങനെ അറിയാം? ഇവരുടെ നിശബ്ദത ക്രൈമിന് വഴിവെച്ചു കൊടുക്കുകയല്ലേ ചെയ്തത്? എന്തുകൊണ്ട് അവരെന്ന് തന്നെ പുറം ലോകത്തെ അറിയിച്ചില്ല? ഈ ലോകത്തുള്ള സകല പുരുഷന്മാരെയും സംസാരിച്ച് തിരുത്താൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. നിയമ നടപടിയിലൂടെ മാത്രമേ ഓരോരുത്തരെയും തിരുത്താൻ സാധിക്കൂ എന്നും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു.